സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ ഇന്നു മുതൽ സമഗ്ര മാറ്റം. 64 പ്രധാന സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരും. മറ്റ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർ ഏറ്റെടുക്കും. പോലീസിനെ കൂടുതൽ ജനകീയമാക്കുകയാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണരീതിയിൽ നിർണായക മാറ്റങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ഇനി ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരും. മറ്റു സ്റ്റേഷനുകളുടെ ഭരണ ചുമതല SIമാർ ഏറ്റെടുക്കും. പോലീസ് സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരാതികളുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഓരോ വ്യക്തിക്കും നീതി ലഭ്യമാകുമെന്ന വിശ്വാസമുണ്ടാകണം. പോലീസിന്റെ സമീപനം ശക്തവും സൗഹൃദപരവുമായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വർദ്ധിക്കുന്നതനുസരിച്ച് പോലീസ് അതിനോടുള്ള അപ്രോച്ച്, അന്വേഷണ രീതികളിലെല്ലാം മാറ്റം വരണം. അതിനുള്ള നല്ല പ്രൊഫഷണലിസമുള്ള ഒരു പോലീസാക്കി കേരളത്തെ മാറ്റാൻ, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പോലീസാക്കി കേരളത്തിലെ മാറ്റാൻ എല്ലാം ഈ മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഈ വലിയ പദ്ധതിക്ക് കഴിയും എന്നാണ് എൻ്റെ പ്രത്യാശ. കേരള പോലീസിന്റെ ജനപ്രിയ പദ്ധതിയാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകളുടെ അകത്തും പുറത്തും സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് കുറ്റവാളികൾ മാത്രമാണെന്ന തെറ്റിദ്ധാരണ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കസ്റ്റഡി മർദ്ദനവും അനധികൃത തടങ്കലും പൂർണ്ണമായി ഒഴിവാക്കുന്നതിനൊപ്പം ശാസ്ത്രീയ അന്വേഷണ രീതികൾ ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാൻ ഉയർന്ന ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പ്രത്യേക പരിശീലനം നൽകും. 20 വർഷം പിന്നിട്ട ജനമൈത്രി സുരക്ഷാ പദ്ധതിയും കൂടുതൽ ആധുനികവൽക്കരിക്കും. പൊതുജനങ്ങളിൽ നിന്ന് പ്രതിമാസ അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ DIGമാരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര സംവിധാനവും നിലവിൽ വരും. പരാതികളുടെ എണ്ണം, FIR രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഡിജിറ്റലായി നിരീക്ഷിക്കുന്ന സംവിധാനവും നടപ്പിലാക്കും. DGPയുടെ നേതൃത്വത്തിലായിരിക്കും ഈ തീരുമാനങ്ങൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.